നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ഡിസംബർ മാസം 23 നടത്തിയ 10th ലെവൽ മെയിൻസ് പരീക്ഷ ഫീൽഡ് വർക്കർ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീഷൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഡിലീഷൻ ഉള്ളത് നോക്കാം. അതുപോലെ തന്നെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇരവികുളം, പാമ്പാടൻചോല, സൈലന്റ് വാലി, മതികെട്ടാഞ്ചോല ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം 3 സൈലന്റ് വാലിയാണ്. യു വിമൽകുമാർ 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഇനം ഏത്? ബാഡ്മിന്റൺ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ തിരിച്ചറിയൽ കാർഡ്, വോട്ടർ പട്ടികയിൽ പേര്, കരം ഒടുക്കിയ രസീത്, 18 വയസ്സ് പൂർത്തീകരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് മേൽ പറഞ്ഞവയിൽ ആവശ്യമായത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി, ഇവയൊന്നും അല്ല എന്നതാണ് ഉത്തരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം ഏത്? കില. അടുത്ത ചോദ്യം, മേൽപ്പറഞ്ഞവയിൽ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ശ്രേണി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ ആന, വേഴാമ്പൽ, കണിക്കൊന്ന, തെങ്ങ്. ഏഴാമത്തെ ചോദ്യം, ശരിയായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ എ 2 വിന്ധ്യാപർവ്വതം ഉപദ്വീപീയ പീഠഭൂമി. ഇതാണ് ശരിയായ ഓപ്ഷൻ. എട്ടാമത്തെ ചോദ്യമാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിച്ചിരിക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏത് രീതിയിലാണ്? ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്. താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ശരിയായ അതിരുകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 4 കർണാടക, തമിഴ്നാട്, അറബിക്കടൽ. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റി അധ്യക്ഷൻ. ഉത്തരം ചെയർമാൻ. കേരളത്തിന്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് മലനാടിനും തീരപ്രദേശത്തിനും മധ്യയാണ്. ഓപ്ഷൻ എ. സുന്ദരവനം ഡെൽറ്റയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി, ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കേരള PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനടി തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. KS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി മാസം 20 ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 50 ചോദ്യങ്ങൾ, 60 മിനിറ്റ്. 50 ലക്കി പാർട്ടിസിപ്പൻസിന് എക്സൈറ്റിംഗ് പ്രൈസസ് ആണ് കാത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും എൻറോൾ ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഇത് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാനും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് കോഴ്സസ് പറയാം. ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു 200 ദിവസത്തെ ബാച്ച് കോഴ്സ് ഫെബ്രുവരി 11 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 9 ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് ഓൾറെഡി ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ബാച്ച് കോഴ്സിലും ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ KS എക്സാമിന് പ്രിലിംസും മെയിൻസും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫെബ്രുവരി 10 ഒരു 180 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉയരെ എന്നാണ് പേര്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. എല്ലാ കോഴ്സും ഒരുമിച്ച് തന്നെ ആക്സസ് ചെയ്യാനും പറ്റുന്നതാണ്. 10th ലെവൽ എക്സാമിന്റെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. SCRT മാത്രമുള്ളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബെവ്കോ LD എക്സാം, CEO CPO സെപ്പറേറ്റ് ബാച്ച് കോഴ്സസ് ഉണ്ട്. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും അതോടൊപ്പം അൺഅക്കാഡമി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലുള്ള കോഴ്സുകളും കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, 13 ഇവരിൽ ആർക്കാണ് 2015 അർജുന അവാർഡ് ലഭിച്ചത്? PR ശ്രീജേഷ്. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് കൃഷ്ണ നദി ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ബി, ഡെക്കാൻ നദികൾ. ലൈഫ് മിഷൻ, പുനർഗേഹം, സുരക്ഷാ ഭവന പദ്ധതി, ലക്ഷം വീട് പദ്ധതി. കേരളത്തിലെ ചില ഭവന പദ്ധതികളാണ് ഇവ. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതി ഇവയിൽ ഏതാണ്? ഉത്തരം എ ആണ്, അതായത് രണ്ടാമത്തത് പുനർഗേഹം. അടുത്ത ചോദ്യം, കല്ലട, പേപ്പാറ, മലമ്പുഴ, പള്ളിവാസൽ. കേരളത്തിലെ ചില ജലവൈദ്യുത പദ്ധതികളാണിവ. ഇവയിൽ ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു. അത് ഏതാണ്? ഓപ്ഷൻ സി 4 പള്ളിവാസൽ. അടുത്തത് 2017 ഫിഷറീസ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കേരളത്തിലെ മത്സ്യോത്പാദനത്തിന്റെ കണക്കാണ് പട്ടികയിൽ തന്നിട്ടുള്ളത്. മത്സ്യോത്പാദനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തിയത് ഏത് വർഷമാണ്?
ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2014-15. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ KSEBയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതി ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇവയെല്ലാം. ശബരിഗിരി, കുറ്റ്യാടി, ഇടമലയ, പെരിങ്ങൽകുത്ത്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. ഇവയിൽ വ്യത്യസ്തത പുലർത്തുന്ന തടാകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മാനാഞ്ചിറ. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ ആൾ ആരാണ്? ഓപ്ഷൻ എ മംഗൾ പാണ്ഡെ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. ആര്യസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഓപ്ഷൻ ഡി. ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയ് ആരാണ്? ഓപ്ഷൻ സി കഴ്സൺ പ്രഭു. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ്? ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. കേരള സംസ്ഥാന രൂപീകരണം നടന്നത്? ഓപ്ഷൻ എ 1956 നവംബർ 1. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത് ആരാണ്? ഓപ്ഷൻ സി പഴശ്ശിരാജ. പുന്നപ്ര വയലാർ സമരം നടന്നത്? ഓപ്ഷൻ ഡി 1946. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ഓപ്ഷൻ ബി. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ കേളപ്പൻ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി? ഓപ്ഷൻ സി ആണ്, ഗ്രാമസഭ. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. നിയമവാഴ്ച എന്നാൽ നിയമവാഴ്ച കൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ ബി എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത്? ഓപ്ഷൻ സി പ്രതിപക്ഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. 2 ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ സി PV സിന്ധു. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ മലയാളി ഗോൾ കീപ്പർ ആരാണ്? ഓപ്ഷൻ ബി PR ശ്രീജേഷ്. മിശ്രിത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം, സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം. താഴെ പറയുന്നവയിൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ സി CISR. ഇന്ത്യ ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ പോളിസിയെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഏത് ലക്ഷ്യവുമായി ഏറ്റവും അനുയോജ്യമായി ബന്ധിപ്പിക്കപ്പെടുന്നു? ഓപ്ഷൻ സി ആണ്, സ്വാശ്രയത്വം. ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ്? ഓപ്ഷൻ ബി സോവിയറ്റ് യൂണിയൻ. 2ാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് താഴെ പറയുന്നതിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ്? ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം. കനത്ത വ്യവസായം, വലിയ ഡാമുകളുടെ നിർമ്മാണം. 2021 ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചത്? ഓപ്ഷൻ സി ഒഡീഷ. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ സി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിന്റെ പേര് എന്താണ്? കേരള നടനം. ഓപ്ഷൻ ഡി. എയർബോൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? എയർബോൾ ബാസ്കറ്റ് ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഓപ്ഷൻ സി ആര്യഭട്ട. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും താഴത്ത്. ഈ വരികൾ ആരെഴുതിയതാണ്? ഓപ്ഷൻ സി ONV കുറുപ്പ്. ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടില്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആർക്കാണ്? ഓപ്ഷൻ ബി ആണ്, വയലാർ രാമവർമ്മ. 2019 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി രജനീകാന്ത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 2ാം സ്ഥാനം ലഭിച്ച രാജ്യം ഏത്? ഓപ്ഷൻ സി ചൈന. 2020 വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? ഓപ്ഷൻ സി ഏഴാച്ചേരി രാമചന്ദ്രൻ.
2021 കേരള സയൻസ് കോൺഗ്രസ് നടന്ന സ്ഥലം ഏത്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. സങ്കര ഇനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ സി പരപരാഗണം നടത്തിയിട്ട്. ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഗർഭ ജലത്തിന്റെ സാന്നിധ്യം എത്ര? ഓപ്ഷൻ എ 2% കുറവ്. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ഡി കെ. ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ശ്വാസകോശം. വനം വകുപ്പിന്റെ വനശ്രീ സെല്ല് കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ്? ഓപ്ഷൻ എ വനവിഭവങ്ങളുടെ വിപണനം. COVID-19 നേരിട്ട് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ശ്വാസകോശം. ഇന്ത്യയിൽ ചായ എത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ്? ഓപ്ഷൻ സി ചൈന. അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവിസ്മയമാണ് മഴവില്ല്. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ ബി പ്രകീർണനം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? ഓപ്ഷൻ സി രാസോർജം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി സംവഹനം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ മാലിക് ആസിഡ്. പാരക്കോൽ ഉപയോഗിച്ച് ഒരാൾ വലിയ ഒരു പാറക്കല്ല് ഉയർത്തുന്നു. ഈ സന്ദർഭത്തിൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ സി രോധത്തിനും യത്നത്തിനും ഇടയിൽ ധാരം. പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ബ്യൂട്ടേൻ. അന്താരാഷ്ട്ര പീരിയോഡിക്കൽ ടേബിൾ വർഷം ആയി UN ആചരിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി 2019. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ? ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. മലേറിയ, മന്തുരോഗം, സിക്ക വൈറസ് രോഗം. ഇവയിൽ കൈകളുടെ ശുചിത്വക്കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ടൈഫോയിഡ്. വാക്സിൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം ശരി. പോളിയോ തുള്ളിമരുന്ന് ഒരുതരം വാക്സിൻ ആണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഉപ്പ് അധികമുള്ള ഭക്ഷണം കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയും. പ്രമേഹത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാം. പാലിയേറ്റീവ് പരിചരണത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 72 ഓപ്ഷൻ എ തീവ്രബാധിതർക്കും അവരുടെ കുടുംബത്തിന്റെയും ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു. 73 ആശ്വാസകിരണം പദ്ധതി ഉപഭോക്താക്കൾ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് രോഗികളെ പരിചരിക്കുന്നവർക്ക്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഡ് വാക്സിൻ കോവാക്സിൻ 2ാം ഡോസ് എത്ര ദിവസം കഴിഞ്ഞാണ് എടുക്കുന്നത്? ഓപ്ഷൻ എ ആണ് 28 ദിവസം കഴിഞ്ഞ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി കേരളം. പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ശരിയായ രീതി ഏതാണ്? ഓപ്ഷൻ ഡി പുനരുപയോഗിക്കുക. താഴെ കൊടുത്തവയിൽ സാംക്രമിക രോഗം ഏതാണ്? ഓപ്ഷൻ ബി ക്ഷയരോഗം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏതാണ്? ഓപ്ഷൻ സി ആണ് CT സ്കാൻ. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് ജീവിയാണ്? ഓപ്ഷൻ എ കൊതുക്. നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി തൊഴിലുറപ്പ് പദ്ധതി. അടുത്ത മാത്സ് ആണ്. 101 × 99. ഓപ്ഷൻ ബി 9999. ഒരാളുടെ 8 ദിവസത്തെ ആകെ വരുമാനം 4880 രൂപയാണ് എങ്കിൽ അയാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം എത്ര രൂപയായിരിക്കും? ഓപ്ഷൻ സി 610. 3/7 ഡിവൈഡഡ് ബൈ 2/7 ഈക്വൽ ടു ഓപ്ഷൻ എ 3/2. 0.5 തുല്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി 5/100. 4:19 7:85 ഓപ്ഷൻ സി ആണ് 22. 3, 5, 15 എന്നീ സംഖ്യകളുടെ ലസാഗു ഓപ്ഷൻ സി ആണ് 15. 1, 2, 3, 5, 8 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? ഓപ്ഷൻ ഡി 13. 45 - 12 × 24 ഡിവൈഡഡ് ബൈ 8 + 6 ഈക്വൽ ടു 88. ഉത്തരം ഓപ്ഷൻ എ ആണ് 15.
4 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. അച്ഛൻ ഇപ്പോൾ 52 വയസ്സുണ്ടെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഓപ്ഷൻ ഡി 20. 13, 17, 19, 21, 23 ഇവയിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏതാണ്? 90. ഓപ്ഷൻ ബി ആണ് 21. താഴെ പറയുന്നവയിൽ ജൈവിക കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഗപ്പി, ഗബൂസിയ, മാനത്തുകണ്ണി. ലോക ടോയ്ലറ്റ് ദിനം എന്നാണ്? ലോക ടോയ്ലറ്റ് ദിനം നവംബർ 19-നാണ്. സ്ക്രബ് ടൈഫസ് രോഗത്തിന് പ്രത്യേകമായുള്ള ലബോറട്ടറി പരിശോധന ഏതാണ്? ഓപ്ഷൻ എ വീൽ ഫെലിക്സ് ടെസ്റ്റ്. സുസ്ഥിര വികസന ലക്ഷ്യപ്രകാരം 2030 ഇന്ത്യയിൽ നിന്നും നിവാരണം ചെയ്യേണ്ട പ്രാണീജന്യ രോഗങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി മലമ്പനി, മന്ദരോഗം, കരിമ്പനി. ഈച്ചയുടെ ജീവിതചക്രം ഓപ്ഷൻ സി മുട്ട, ലാർവ, പ്യൂപ്പ, മുതിർന്ന ഈച്ച. ലോക കൊതുക് ദിനം എന്നാണ്? ലോക കൊതുക് ദിനം ഓപ്ഷൻ എ ഓഗസ്റ്റ് 20. സാൻഫ്ലൈ പരത്തുന്ന രോഗം മുകളിൽ പറഞ്ഞവയെല്ലാം. മലമ്പനി രോഗാണുക്കൾ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ എ കരൾ. കോളറ ബാധയുണ്ടാക്കുന്ന രോഗാണു ഓപ്ഷൻ ഡി വിബ്രിയോ കോളറ. അവസാനത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ പകൽ സമയം കടിക്കുന്ന കൊതുക് ഏതാണ്? ഓപ്ഷൻ സി ഈഡിസ് കൊതുകാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഒരു ചോദ്യമാണ് ഡിലീഷൻ ഉള്ളത്. എ കോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 8ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങളുടെ മാർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് ഫൈനൽ ആൻസർ കീ. ഇത് വെച്ചിട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ ഒരു ആൻസർ കീ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.